ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ച ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം തന്നെ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രധാനപ്പെട്ട സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിരുന്നു, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് വെറുതെയല്ല, അത് അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഹ്റാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പിന്മാറാൻ കഴിയില്ല നബിയെ എന്ന് പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, നീ ജീവിതത്തിൽ കള്ളം പറയാതെ ഇരുന്നാൽ മാത്രം മതി. അദ്ദേഹം സന്തോഷിച്ചു. കള്ളം പറയാതെ ഇരുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കിയുള്ള തെറ്റുകളെല്ലാം എന്ന് ചെയ്യാൻ പറഞ്ഞു കൊണ്ട് അദ്ദേഹം സന്തോഷിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കാൻ പോയി. പെട്ടെന്ന് നബിയുമായി കരാർ ഓർമ്മ വരികയും ചെയ്തു. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാലോ മോഷ്ടിച്ചോ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ